ഇത്രയും കാലം അമ്മയോട് ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് പഴയതുപോലുള്ള ആരോഗ്യവുമില്ല. തന്നെയുമല്ല, മുത്തശ്ശിയുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ എന്റെ മകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാ. മാതാപിതാക്കളെ മക്കള് അമ്പലമുറ്റത്തും അനാഥാലയത്തിലും ഉപേക്ഷിക്കുന്ന ഈ കാലത്ത് സ്വന്തം അമ്മയെ ശരത്ത് കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. വയസ്സുകാലത്ത് സ്വന്തം മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതിനേക്കാൾ വലിയ ഒരു ഭാഗ്യവും ഈ കാലത്ത് ലോകത്തില്ല. ദേ, ഇനിയുള്ള കാലം മാധവമ്മ നിങ്ങളുടെ കൂടെ തന്നെയാണ് ജീവിക്കണം. അല്ല, ഈ കാര്യമേ അമ്മയോട് സംസാരിച്ചു? സംസാരിച്ചില്ല, സംസാരിക്കണം. പക്ഷേ ലക്ഷണങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അമ്മ അവിടെ വിട്ട് വരില്ലെന്നാ. അതെന്താ അങ്ങനെ ഒരു തോന്നല്? അമ്മയോടെ പിടിച്ചു നിർത്തുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളൊന്നും ഇല്ല. ആകെ ഒറ്റ തടസ്സമേ ഉള്ളൂ. അതാ സുധാമണിയാ. മാധു അമ്മ പിടിച്ചു നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ക്ഷുദ്രശക്തിയാണ് അവള്. അവക്ക് കൊതിയഞ്ഞോണയും പറയാനും നാട്ടുകാരുമായിട്ടുണ്ടാക്കുന്ന വഴക്കിനൊക്കെ സപ്പോർട്ട് പറയാൻ ഒരാളും വേണമല്ലോ. ഇത്രയും കാലവും അവള് മാധു അമ്മയെ അതിന് ഉപയോഗിച്ചോണ്ടിരുന്നത്. എന്തായാലും ഇനി അവിടെ പിടിയിലേക്ക് അമ്മയെ വിട്ടുകൊടുക്കണ്ട. പിടിച്ച പിടിയാലെ അങ്ങ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകണം. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്തായാലും ഇത്തവണ എന്റെ മകൾ മാള് കൂടെയുള്ളത് കൊണ്ട് അമ്മ ഞങ്ങളോട് വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. തന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കാൻ സുധാമണിക്ക് ഒരു നിമിഷം മതി. മാധു അമ്മ കൂടെ വന്നേ പറ്റത്തുള്ളെന്ന് നിർബന്ധമായിട്ട് താൻ പറയണം. അമ്മയെ കൊണ്ടുപോകണമെന്ന് മാള് നിർബന്ധം പിടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ അമ്മയും കൊണ്ട് ഹൈദരാബാദിന് തിരിച്ചു പോകും. അത് നന്നായി. കൊച്ചുമക്കളായാൽ അങ്ങനെ ആയിരിക്കണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കണം. ശരി. പിന്നെ എന്ത് സഹായം വേണമെങ്കിലും അതെനിക്കറിയാം. അതിലെ ഞാൻ പിള്ളച്ചേട്ടനെ വന്ന് കണ്ടത്. ഓക്കെ, ശരി ശരിയാ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ സുധാമണിയുടെ കുറ്റം പറഞ്ഞു കൊടുത്തത്? പറഞ്ഞു കൊടുക്കും. ഈ കോളനിയിൽ നിന്ന് അവളെ എങ്ങനെങ്കിലും പുറത്താക്കുക എന്നുള്ളതാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം. അറിയാവോ നിനക്ക്? മാധവമ്മ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിലൂടെ സുധാമണിയുടെ ഒരു ചിറക് ഞാൻ അരിഞ്ഞെടുക്കും. നിങ്ങളുടെ തലയിൽ ഇത്രയും കുത്തിത്തിരിപ്പും കുതന്ത്രം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്തൊരു ദുഷ്ട മനസ്സാ നിങ്ങളുടേത്. എനിക്ക് ദുഷ്ട മനസ്സാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. സുധാമണിയെ ഇവിടുന്ന് ഓടിക്കാൻ മന്ത്രവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഞാൻ പയറ്റു. അവൾ എന്റെ ആജന്മ ശത്രുവാണ്. ആജന്മ ശത്രു. ഇപ്പോ അതല്ലേ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥക്ക് എന്താ വ്യത്യാസം? ഇപ്പോഴത്തെ അവസ്ഥക്ക് വ്യത്യാസമുണ്ട്. അതെന്താന്ന് പറ. നീ ആരാ? വന്നന്റെ സിനിമയിലെ മോഹൻലാലോ എന്ന് എന്നോട് പറ എന്നൊക്കെ പറയാൻ? ആണെന്ന് വെച്ചോ. ബാക്കിയും കൂടി ഇങ്ങ് പോരട്ടെ. നീ എന്നെ ഇങ്ങനെ നിർത്തി ചമ്മിക്കല്ലേ. നിനക്കത് മുഖത്ത് നോക്കി പറയാൻ ഇത്രക്ക് ചമ്മൽ എന്തിനാ? കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. എടി പൊട്ടിക്കാളി, ഐ ലവ് യു. നീ പറയുന്ന കാര്യം യഥാർത്ഥമാണെങ്കിൽ, ഇത് നീ നിന്റെ മനസ്സിൽ തട്ടി പറയുന്നതാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്തപേക്ഷ? എന്റെ അച്ഛനോടുള്ള നിന്റെ എല്ലാ അപ്രോച്ചും മാറണം. എന്നുവെച്ചാ? ഇതുവരെ നീ എന്റെ അച്ഛനെ കണ്ടിരുന്നത് ഒരുതരം ശത്രുതാ മനോഭാവത്തോടു കൂടിയായിരുന്നു. താക്കാൻ കിട്ടിയ അച്ഛനെ കളിയാക്കാനും അച്ഛനായിട്ട് വട്ട് തട്ടാനല്ലേ നീ ശ്രമിച്ചിട്ടുള്ളൂ. ഇനി മുതൽ നീ അതൊന്ന് മാറ്റിപ്പിടിക്കണം. എത്രയൊക്കെ ആയാലും അതെന്റെ അച്ഛനല്ലേ. എത്ര ദുഷ്ടനാണെങ്കിലും എനിക്ക് അച്ഛന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കരുതി നീ നിന്റെ അച്ഛന്റെ കാര്യം എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കണ എന്തിനാ? ഒരാളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോ അയാളെ മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്, പിന്നെ അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരോടും എല്ലാത്തിനോടും നമുക്കൊരു ഇഷ്ടം തോന്നും. എന്നെ ഇഷ്ടപ്പെടുന്ന നീ എന്റെ അച്ഛനെ ഉൾപ്പെടെ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഇതെങ്ങാനും നടപടിയാവുന്ന കാര്യമാണോ? നിന്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കാണോ? നമുക്കിടയിലുള്ള സ്നേഹം നമുക്കിടയിൽ ഇരുന്നാ പോരെ? അപ്പോ
നീ എന്നെ കല്യാണം കഴിക്കില്ലേ? പിന്നല്ലാതെ. ഇത്രയും നാളും ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നപ്പോ ഞാൻ കഴിച്ചത് സുധാമണി ഉണ്ടാക്കിയത് തന്നെയല്ലേ? എനിക്കിനിയും അത് മതി. അങ്ങനല്ല മാധവമ്മേ, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയ കഴിച്ചല്ലേ, ഇപ്പോ മരുമോൾ ഉണ്ടാക്കിയതും കൂടെ കഴിക്ക്. ആ നാവിന് കുറച്ച് രുചി വ്യത്യാസം വന്നോട്ടെ. അല്ലെങ്കിലും അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് മോന്റെയും മരുമോളുടെയും കടമയല്ലേ. അതുകൊണ്ട് മാധവമ്മ ഇനി കുറച്ചു നാള് ഇവരുണ്ടാക്കിയതും കൂടി കഴിക്കണം. കുറച്ചു നാളല്ല, ഇനി മുതൽ എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും ഞങ്ങൾക്കാവും. അത് നല്ല കാര്യല്ലേ അല്ലേ മാധവമ്മേ? സ്വന്തം മക്കളുടെ സ്നേഹവും കരുതലും എല്ലാം വയസ്സുകാലത്ത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് ഈ ലോകത്ത്. അങ്ങനെ നോക്കുമ്പോ എന്റെ മാധവമ്മ ഭാഗ്യവതിയല്ലേ. അതെ, നിങ്ങൾ തൊട്ടുമുന്നേ പറഞ്ഞതിലെ ധ്വനി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലം അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷേ അത് എന്തും പറയാനുള്ള ലൈസൻസ് ആക്കി എടുക്കരുത്. അയ്യോ ശരത്തെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നു മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി ശരി, ചേച്ചി ഭക്ഷണം എടുത്തോണ്ട് പൊയ്ക്കോളൂ. കൂടുതൽ നേരം തുറന്നിരുന്നാലേ ചൂടാറിപ്പോകും. മക്കളുടെ സന്തോഷല്ലേ മാധവമേ നമുക്ക് വലുത്. ഞാൻ പോട്ടെ. ഇതാമ്മേ. അവിടെ വെച്ചാ മതി, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇല്ല, എന്താ അത്? നല്ലപ്പോഴ ഓണെന്ന് വെച്ചാ ആദ്യത്തെ ഓണെന്നാണ് നാട്ടുഭാഷയാ. എന്റെ അപർണന്റെ കല്യാണ നിശ്ചയത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണം ഇത്. അതിനെന്താ? അതിനെന്താന്നാ, ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നിശ്ചയം എന്ന് പറയുന്നത് പാതി കല്യാണ. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഓണപ്പുടവ എടുത്തു കൊടുക്കണം. കല്യാണ ഡ്രസ് എടുക്കാൻ പോയപ്പോ അമ്മയ്ക്ക് ഇത് ഓർമ്മയില്ലായിരുന്നോ? അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ ഓണപ്പുടവ കൂടി എടുത്താൽ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു, അന്നേരത്ത് ഞാനത് ഓർമ്മിച്ചില്ല. സത്യത്തിൽ ഈ കല്യാണ തിരക്കിനിടയില് ഓണത്തിന്റെ കാര്യങ്ങൾ ഞാനങ്ങ് വിട്ടുപോയി. ഓണത്തിന് ഇനി 4-5 ദിവസമേ ഉള്ളൂ. ശ്ശോ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഓണത്തിന് ഒഴിയാൻ നോക്കിയാ നമുക്കതൊരു നാണക്കേടാവും. അപർണയുടെ വീട്ടുകാര് നാട്ടു നടപ്പൊക്കെ അറിയുന്നവരായിരിക്കും. ഇപ്പൊ എന്ത് വേണമെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്? നീയും അപർണയും ഒരുമിച്ചുള്ള ആദ്യത്തെ ഓണമല്ലേ, അതൊരു ആഘോഷാക്കണോ? എങ്ങനെ? അപർണേനെയും വീട്ടുകാരെയും ഈ ഓണത്തിന് നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. നല്ല ഒന്നാന്തരം സദ്യവട്ട ഒരുക്കി ഒരുമിച്ച് പൂക്കളും ഇട്ട് ഈ ഓണം ഒരു ആഘോഷാക്കി മാറ്റണം നമുക്ക്. ആയിക്കോട്ടെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മൾ ഈ കോളനിക്കാരുടെ ഓണാഘോഷത്തിന് വിളിച്ച അപർണേന്റെ വീട്ടുകാര് വരുമോ? അതൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. എന്തായാലും ഒരു ഉറപ്പ് ഞാൻ തരാം. നീ പറയുന്ന കേട്ടാ തോന്നും ഇതിനെല്ലാം കാരണം ഞാനാണെന്ന്. നിങ്ങൾ ഈ ചാടി കഴിക്കാതെ കാര്യം പറയുന്നത് കേക്ക്. എത്ര ദിവസം വെച്ചാ അമ്മയുടെ മനമാറ്റം പ്രതീക്ഷിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അതിനാണെങ്കിൽ വെറുതെ വേര് പിടിച്ചു പോത്തേ ഉള്ളൂ. 1-2 അല്ല, കോടികൾ വിലമതിക്കുന്ന ഭൂമിയാ. സ്വത്തായാലും ഭൂമിയായാലും മനുഷ്യന് ആയുസ്സും ആരോഗ്യമുള്ള കാലത്ത് കിട്ടണം. അല്ലാതെ ചാവാൻ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോ അത് കിട്ടിയിട്ട് എന്തിനാ? എന്റെ പൊന്നു റാണി, നീ പറയുന്ന പോലെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണോ ഇത്? അതിനൊക്കെ അതിന്റേതായ സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി വഴിക്ക് വരുത്തി കൊണ്ടുപോകണം. അതിന് ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലെങ്കിലും നീ ഒറ്റ ഒരുത്തി കാരണമാണ് അമ്മ വീട് വിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ.
പിന്നെ നിങ്ങളുടെ അമ്മയാണെന്ന് കരുതി അവരുടെ താളത്തിന് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. കാലാകാലത്തോളം വേണ്ടല്ലോ. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാകുന്നത് വരെയെങ്കിലും നിനക്കൊന്ന് ക്ഷമിക്കാൻ പാടില്ല റാണി. അന്നൊക്കെ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞായിരുന്നു പരാതി. ഇപ്പൊ എന്തായി? സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയായി. എന്തായാലും ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിനെ ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. അതിനുള്ള വഴിയൊക്കെ ഈ റാണി കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ പ്ലാൻ? നിങ്ങൾ പറഞ്ഞാലല്ലേ അമ്മ കേൾക്കാതുള്ളൂ. വേറൊരാള് പറഞ്ഞ അമ്മയുടെ മനസ്സലിയും. എങ്ങോട്ടാ ഇത്ര തിരക്കിട്ടിട്ട്? എനിക്ക് ഒരു റേസർ വാങ്ങാൻ പോണം. ഗണേശന്റെ കടയിലേക്കാണോ നീ ഇസ്തിരി ഇട്ട ഷർട്ട് ഇട്ടിട്ട് പോകുന്ന? അതെനിക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൂടെ പോവാനുണ്ട്. നോക്കട്ടെ. ഷേവ് ചെയ്യാൻ ഈ മോന്തയിലൊരു കുറ്റിമുടി പോലും ഇല്ലല്ലോടാ. ഇപ്പൊ ഇല്ലെന്നല്ലേ ഉള്ളൂ, വരുമല്ലോ. മതി മതി ഉരുണ്ട് കളിച്ച്. അട ചെക്ക, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ചുറ്റിക്കളിയല്ലോ ഞാൻ അറിയുന്നുണ്ട്. മോനാച്ചെടി അധികം നട്ട് നനക്കണ്ട, മുളയിലേ നുള്ളി കളഞ്ഞേക്ക്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ എന്റെ സാഗറെ. നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ട് ഞാനും വന്ന്. ആ കീർത്തനയായിട്ടുള്ള നിന്റെ എല്ലാ ഇടപാടും ഈടെ വെച്ച് മതിയാക്കിക്കോ. തീക്കൊള്ളി കൊണ്ടാ നീ പുറം ചൊറിയുന്നു. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സാ. ഇത്രയും കാലം അങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാണ്ടിരുന്നു. ഞങ്ങളോടുള്ള വാശിയാണ് വലുതെങ്കിൽ അമ്മ വരണ്ട. അച്ഛമ്മയെ കാണണോന്ന് പറഞ്ഞ് മോള് കരയുമ്പോ ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. അച്ഛമ്മ എന്റെ കൂടെ വന്നാലേ അച്ഛമ്മേ ഞാൻ എന്റെ സ്കൂളിൽ കൊണ്ടുപോവാ. വരൂ അച്ഛമ്മേ. സ്കൂളിലെ കൂട്ടുകാർക്ക് അവരുടെ അമ്മൂമ്മമാർ കഥ പറഞ്ഞു കൊടുത്തു, പാട്ടുപാടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് മിക്ക ദിവസം മോള് കരച്ചില്ല. അമ്മേ, ഒരു കുഞ്ഞു വളരുമ്പോ അച്ഛന്റെ അമ്മയുടെ സ്നേഹം പോലെ തന്നെ അവർക്ക് വേണ്ട ഒന്നാണ് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കരുതൽ. അത് അമ്മയായിട്ട് നൽകാതിരിക്കരുത്. എന്തിനാ അമ്മ ഈ പിടിവാശി? മോള് വാ, അച്ഛമ്മയെ നിർബന്ധിക്കണ്ട. അച്ഛമ്മയ്ക്ക് ഒറ്റയ്ക്ക് കഴിയുന്നതാ ഇഷ്ടം. ഓരോ കുട്ടികൾ വഴിതെറ്റി പോയെന്ന് കേൾക്കുമ്പോ പേടിയാ. അച്ഛനമ്മമാര് മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് സ്വാധീനിക്കുകയും നേർവഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഗ്രാൻഡ് പാരന്റ്സിന് അവരെ സ്നേഹപൂർവ്വം ഗൈഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ കൊണ്ടാ മോളൊരാഗ്രഹം പറഞ്ഞപ്പോ ഞാൻ അമ്മയെ എത്രയും നിർബന്ധിച്ചത്. ആ പോട്ടെ മോളെ. കൂട്ടിക്കൊണ്ടുപോയത് മക്കളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്റെ മാധുമ്മയ്ക്ക് അവിടെ ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം മഞ്ജു. ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ സുധീച്ചി. സുധീച്ചി ഇങ്ങനെ കാണുമ്പോ എന്തോ എനിക്ക് എന്റെ ശരീരം തളരുന്നത് പോലെ. ഇനി ആരോട് ഞാൻ എന്റെ സങ്കടങ്ങളെല്ലാം പറയും? ആരെനിക്ക് ശക്തി തരാ? ആരെന്നെ ഉപദേശിക്കും? ആരാ എനിക്കൊരു നേർവഴി കാട്ടിത്തരാ? പഴയ സുധാമണി ഇനിയില്ല മഞ്ജു, ഇനിയില്ല. ഇങ്ങനെ മനസ്സ് പതറിപ്പോകരുത് സുധീച്ചി. ആരും എന്നത്തേക്കും നമ്മുടെ കൂടെ കാണില്ലല്ലോ. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും അറിയാത്തോണ്ടല്ല മഞ്ജു. ചില മനുഷ്യര് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്കും മനസ്സിലേക്കുമെല്ലാം പറിച്ചറിയാൻ കഴിയാത്ത പോലെ പടർന്നു കയറി ഒരു സ്ഥാനം ഉറപ്പിക്കും. അത് അടർത്തി മാറ്റുമ്പോഴുള്ള മനപ്രയാസത്തിന് മേൽ എത്ര മരുന്ന് പരട്ടിയാലും മുറിവുണങ്ങൂല. ചേച്ചിക്കറിയാലോ, ഞാൻ ഉൾപ്പെടെ ഇവിടുത്തെ പല പെൺകുട്ടികളുടെയും ശക്തിയെ സുധീച്ചി. അങ്ങനെയുള്ള ചേച്ചി എന്തിന്റെ പേരിലായാലും ഇങ്ങനെ മനസ്സ് തകരാൻ പാടില്ല. അത് ഞങ്ങളുടെയും കൂടി ആവശ്യം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മഞ്ജു. കാലം ഉണക്കാത്ത ഒരു മുറിവും ഇല്ല. ഈ സങ്കടവും കടന്നു പോകും. ചേച്ചി എന്തേലും കഴിച്ചോ? വിശപ്പില്ല. സാറേ, നീ എന്താ കരയുവാണോ? ഏയ് ഒന്നുമില്ല. എന്താടാ,
എന്താ പ്രശ്നം? അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ വല്ലാത്ത കഷ്ടം തോന്നുന്നു. നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണിയായിരുന്നു മാധുവമ്മ. ആ, ശരിയാ നീ പറഞ്ഞത്. അമ്മ അമ്മയുടെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചിരുന്നത് മാധുവമ്മയുടെ അടുത്താ. ഇനിയിപ്പോ അതൊന്ന് ബാലൻസ് ചെയ്യാൻ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും. അമ്മയ്ക്കിനി അത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മളിനി നന്നായി ശ്രദ്ധിക്കണം. മീനാക്ഷിയോട് പ്രത്യേകം പറയണം. അവളുടെ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ ഇനി എന്തായാലും മിനിമം ഒരാഴ്ചത്തേക്ക് മൂഡൌട്ടായിരിക്കും. ഈ കോളനിയിൽ മാധവമ്മ ഇല്ലാന്ന് പറയുമ്പോ എനിക്ക് തന്നെ വല്ലാത്തൊരു ശൂന്യത തോന്നുന്നു. അപ്പോ അമ്മയുടെ കാര്യം പറയണോ? അവരിനി തിരിച്ചു വരില്ലേ ബാലോട്ട? അറിയില്ലടാ. മകനും മരുമകളും കൂടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയതല്ലേ. ഇവിടെ സത്യത്തില് അവർക്ക് ആരാ ഉള്ളത്? മാധവമ്മ ഈ കോളനിയിൽ എത്തിപ്പറ്റിയതിനെ പറ്റി ചേട്ടൻ എന്തെങ്കിലും അറിയോ? എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഈ കോളനിയില് വെറും ഒരു വാടകക്കാരി അല്ല മാധവമ്മ. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മുഖത്ത് അടിയും വാങ്ങിയിട്ട് ആ മാർത്താണ്ഡമുള്ള അങ്ങനെ വെറുതെ ഇരിക്കില്ല. മാധവമ്മയുടെ ഇവിടുത്തെ പുറത്തേക്ക് പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. എന്ത് കഥ? അതറിയില്ല, കണ്ടുപിടിക്കണം. എങ്ങനെ? CID കീർത്തന എന്റെ സബോർഡിനേറ്റ് ആണല്ലോ. ആ വഴിക്കൊന്ന് തപ്പി നോക്കിയാലോ? അവള് നിന്റെ സബോർഡിനേറ്റ് ആണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാ സബോർഡിനേറ്റ്, അത്രേ ഉള്ളൂ. വേണ്ടാത്ത അർത്ഥങ്ങളൊന്നും തൽക്കാലം സാറ് കൊടുക്കണ്ട. അങ്ങനെയൊന്നും ഇല്ലാന്നേ. എന്തായാലും ആ വഴിക്കൊന്ന് അന്വേഷിക്കണം. എങ്ങനെയെങ്കിലും മാധവമ്മ കോളനിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അയ്യോ, എന്റെ കാര്യം ഒന്ന് പറയണേ ചേച്ചി. കുടുംബശ്രീ ലോൺ അടുത്ത ആഴ്ച കിട്ടിയാ അപ്പോ എന്റെ കുടിശ്ശിക തീർക്കും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുഭാഷിണി? അതും ശരിയാ. അല്ല, കീർത്തൻ എവിടെ? അവള് കോളേജിൽ പോയി. കൊച്ചിന്റെ പഠിത്തമൊക്കെ എങ്ങനെ? ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടുവോ? ആർക്കറിയാം. നല്ലപോലെ പഠിച്ചോണ്ടിരുന്ന പെണ്ണ. പക്ഷെ കഴിഞ്ഞ സെമസ്റ്ററിന് വല്ലാതെ മാർക്ക് കുറഞ്ഞു പോയി. എങ്ങനെ കുറയാതിരിക്കും? പിള്ളേർക്ക് പഠിത്തത്തിലുള്ള ശ്രദ്ധ വിട്ടുപോയാ മാർക്ക് കുറഞ്ഞിരിക്കും. അല്ല, കീർത്തനയുടെ പഠിത്തത്തിലുള്ള ശ്രദ്ധ കുറഞ്ഞെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി സുഭാഷിണി? എന്റെ ചേച്ചി നിങ്ങളോട് സ്നേഹമുള്ളോണ്ട് പറയുക. മോളുടെ മേൽ ചേച്ചിക്ക് ഇച്ചിരി കൂടെ ശ്രദ്ധ വേണം. ദേ, ഇട്ടാ പൊട്ടുന്ന പ്രായവാ. പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എന്ന് വിചാരിച്ച് കണ്ണടച്ച പിള്ളേച്ചൻ വീട്ടിലില്ലാന്ന് തോന്നുന്നു. എങ്ങനെ ഇത് മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ ഇത്ര ധൈര്യമായിട്ട് ശ്യാമളേച്ചി എന്റെ വീട്ടിലേക്ക് കേറി വരൂലല്ലോ. അതിപ്പോ സുധയുടെ വീട്ടിലേക്കെന്നല്ല, പുള്ളി വീട്ടിലുള്ളപ്പോ എവിടേക്കും എനിക്ക് പോകാൻ പറ്റില്ല. ഒരു കാര്യമില്ലെങ്കിലും ഞാൻ അടുത്ത് തന്നെ വേണം. കീർത്തന മോളെ എടുത്തു. അവള് കോളേജിൽ പോയി. ശ്യാമളേച്ചിക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ടാ? ഇല്ല. പിള്ളേച്ചൻ വഴക്കിട്ടോ മറ്റോ ആണോ പോയത്? അല്ല. പിന്നെന്താ ശ്യാമളേച്ചിക്ക് പതിവില്ലാത്തൊരു മൗനം? ചേച്ചി ഇങ്ങനെയല്ലല്ലോ സാധാരണ. എന്തെങ്കിലും വിഷമമുണ്ടോ ശ്യാമളേച്ചി? എനിക്കെന്ത് വിഷമം? പിന്നെന്താ ശ്യാമളേച്ചി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു? എന്നോട് എന്തെങ്കിലും പറയണ്ട. എന്നോട് എന്തെങ്കിലും പറയുന്നതിന് ഇങ്ങനൊരു തയ്യാറെടുപ്പിന്റെ ആവശ്യമുണ്ടോ ശ്യാമളേച്ചി? ഞാൻ നമ്മുടെ മക്കളുടെ കാര്യം ആലോചിച്ചു പോയതാ. മക്കളെ കാര്യോ? നമ്മളെ മക്കൾക്ക് ഇപ്പൊ എന്നാ പറ്റിയേ? അല്ല, അവരെത്ര വളർന്നാലും നമ്മൾ അവരെ കുട്ടികളായിട്ടേ കാണൂ. അവരിൽ വരുന്ന മാറ്റങ്ങള് നമ്മുടെ കണ്ണിൽ ചിലപ്പോ പെടില്ല. നമ്മളെ മക്കൾക്കിപ്പോ എന്ത് മാറ്റം ഉണ്ടായേ? ശ്യാമളേച്ചി കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയും. മറ്റൊന്നുമല്ല, കീർത്തനയും സാഗറും തമ്മില് ഇതുവരെ ഇല്ലാത്ത ഒരടുപ്പം ഇപ്പോഴുണ്ടോ എന്നൊരു തോന്നല്. അതെന്താപ്പാ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? പ്രായത്തിന്റേതായ ചില പെരുമാറ്റങ്ങളും സംസാരവും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഉണ്ടാവും. ഈയിടെയായി കീർത്തനയുടെ ചില മാറ്റങ്ങള് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാ. പക്ഷേ അതിന്റെ കാരണം എന്നതായിരിക്കുമെന്ന് ആ സുഭാഷിണി പറഞ്ഞപ്പോഴാ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്.
സുഭാഷിണി ശ്യാമളേച്ചോട് എന്നാ പറഞ്ഞേ? ആ സാഗരമായി നിങ്ങളുടെ മോള് കീർത്തന വലിയ ലോഹിത്തിലാ. ദേ ഞാൻ പല പ്രാവശ്യം എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഇപ്പൊ വേണ്ട പോലൊന്ന് ഉപദേശിച്ച് ഗുണദോഷിച്ചാൽ കയ്യിലിരിക്കും. ഇല്ലെങ്കിൽ മോള് കൈവിട്ട് പോകുവേ. സാഗറിന്റെ സംസാരത്തിലും രീതികളിലും ചില മാറ്റങ്ങൾ എനിക്കും തോന്നീന്, അത് സത്യ. പക്ഷെ പിള്ളേരല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനത് കാര്യാക്കിയിട്ടില്ല. പണ്ടി കൈ പിടിച്ച് നീ ഒത്തിരി നടന്നിട്ടുള്ളതാ. അതൊക്കെ പണ്ട്. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാകാൻ പോവാ. ആരാടോ ഈ മറ്റൊരാള്? ആ കഞ്ഞിക്ക് വകയില്ലാത്ത ബാലഗോപാലനോ? മൈൻഡ് യുവർ ലാംഗ്വേജ്. എന്റെ ലാംഗ്വേജിന് എന്താ കുഴപ്പം? അവൻ അത് തന്നെയല്ലേ. സത്യത്തിൽ അവൻ എന്താ ഉള്ളത്? 30,000 കുടുംബ ശമ്പളം കിട്ടുന്ന ഒരു ജോലി, പിന്നെ ഒരു ലോഡ് ബാധ്യതയും. അതിനെ കുറിച്ചൊക്കെ കിരൺ എന്തിനാ ബോധർ ചെയ്യുന്നേ? നീ എന്റെ യാമിനി ആന്റിയുടെ ഒറ്റ മോളല്ലേ? ഞാൻ കുറച്ചൊക്കെ ബോധർ ചെയ്യണം. കിരണ്ടെ, അനാവശ്യ കാര്യങ്ങളിൽ വെറുതെ തലയിട്ട് ഉള്ള സ്നേഹം കൂടെ ഇല്ലാതാക്കരുത്. എന്റെ ആഗ്രഹം നിന്നോടൊപ്പം ജീവിക്കാനാ. അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ നീ ഈ പറയുന്ന സ്നേഹം കൊണ്ട് എനിക്ക് എന്താ ഗുണം? ലുക്ക് അപ്പോ, ഇപ്പോഴും നിനക്ക് മാറ്റി ചിന്തിക്കാനും നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ട്. നിന്റെ ഒരു വാക്ക് മാത്രം മതി. എനിക്ക് ബാലുവിനോടുള്ളത് ആത്മാർത്ഥമായ പ്രണയ. ഒരു നിമിഷം കൊണ്ട് അത് പറിച്ചെടുത്ത് നിനക്ക് തരാൻ പറ്റുമെന്ന് നീ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരാ. ആത്മാർത്ഥ പ്രണയം മണ്ണാങ്കട്ട. നോക്ക്, അതുകൊണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. കിരൺ, നീ ഇനി എന്നോട് എന്തൊക്കെ പറഞ്ഞാലും അത്തരത്തിലൊരിഷ്ടം നിന്നോട് എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനുവേണ്ടി വെറുതെ ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ഒലിപ്പിച്ച് സമയം കളയണ്ട. എന്റെയും ബാലുവിന്റെ ലൈഫില് വെറുതെ തലയിട്ട് ഞങ്ങളുടെ സ്വസ്ഥതയും കളയണ്ട. നീ ഒരു വലിയ ബിസിനസ്മാൻ അല്ലേ? നിന്റെ നിലയും വിലയും പൂത്ത കാശും വെച്ച് നിനക്ക് 100 അപർണമാരെ കിട്ടും. എന്നെ വെറുതെ വിട്ടേക്ക് കിരൺ. അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ആഡംബരത്തിന്റെ നടുക്ക് ജനിച്ച് ജീവിച്ചു പോയുള്ള ഒരു കുഴപ്പം ഇതാ. ആഗ്രഹിച്ചതെന്തും നേടണമെന്നുള്ള വാശി അതെന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. ഇനി മാറ്റം വലിയ പാടാണ്. അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും, എന്നെ എത്രത്തോളം തുരത്തി അകറ്റാൻ നോക്കിയാലും കിരൺ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ഓന്റെ പ്രായത്തിലുള്ള ആൺകുട്ടിക്ക് പെൺകുട്ടികളോട് ഇഷ്ടം തോന്നുന്നതും സ്നേഹം തോന്നുന്നതും പ്രേമം തോന്നുന്നതും എല്ലാം ഒരു വലിയ കാര്യമൊന്നുമല്ല, സ്വാഭാവികം തന്നെയാ. പക്ഷേ ഇന്നെ പോലൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ഓ നിന്റെ അടുത്ത് എന്തെങ്കിലും അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള നിന്റെ സമീപന എനിക്കറിയണ്ട്. ഇന്റെ ഈ മൗനത്തിന്ന് ഞാൻ എന്നാ മോളെ മനസ്സിലാക്കണ്ടേ? നമ്മള് മനസ്സിലാക്കുന്ന പോലെയല്ല പലരും നമ്മളോട് പെരുമാറുന്നത്. ഇന്നൊരു മോളെ പോലെ കരുതി സ്നേഹിച്ച എന്റെ അടുത്ത് മനസ്സ് തുറന്നൊരു കാര്യം പോലും പറയാൻ പറ്റാത്തത്ര അന്യായിപ്പോയോ ഞാൻ നിനക്ക്? എന്തു പറ്റി? ഇവളിവിടെ വന്ന് കയറിയപ്പോ മുതൽ കരഞ്ഞോണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ മെക്കിട്ട് കയറി അവള്. അത് കാര്യം വേറൊന്നുമല്ല. ആ സുഭാഷിണി എന്തോ തോന്നിയാസം ഓളോട് പറഞ്ഞേനെ. അത് കേട്ടപ്പോ ഓക്ക് സങ്കടായിപ്പോയി. അതൊന്നും കാര്യാക്കണ്ട, കുറച്ചേമ്മ മാറിക്കോളും. ആ സുഭാഷിണി എന്താ ഇവളോട് പറഞ്ഞത്? ഇനിയിപ്പോ അത് പിന്നെയും പറഞ്ഞ് ഓളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. മോള് വിഷമിക്കാണ്ടിരിക്കും. ഇവരെ എല്ലാം വായി തുന്നിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഓള് പറയുന്നത് ഓള് സംസ്കാരമില്ലായ്മ അങ്ങനെ കണ്ടാ മതി.
ചേച്ചി നീ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചേച്ചിയോട് സംസാരിക്കാനാ വന്ന്. അത് വീട്ടിനകത്ത് വെച്ച് സംസാരിച്ച ശരിയാവൂല, പ്രത്യേകിച്ചും കീർത്തനയുള്ളപ്പോ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു സുധാമണി. തിരിച്ചറിവില്ലാത്ത പ്രായത്തില് കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ നമ്മൾ എന്നാ ചെയ്യാ ശ്യാമളേച്ചി? സാഗറിനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. കീർത്തനയോട് ചേച്ചി സംസാരിക്കണം. ഇതിനെക്കുറിച്ച് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട സുധാമണി. ഇപ്പോഴത്തെ പിള്ളേരാ, തൊട്ടാ പൊട്ടുന്ന പ്രായല്ലേ. എന്ത് കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് ഇരുവരെയും മനസ്സിലാക്കാം. അതല്ലേ നല്ലത്. പക്ഷേ ശ്യാമളേച്ചി, സമയം വൈകിയ ഇതങ്ങ് കീറി ഉറച്ചു പോവും. പിന്നെ പിരിക്കാൻ നമ്മൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. ഒന്നാമത് ജനിച്ച നാള് മുതൽ പരസ്പരം കണ്ടോണ്ടിരിക്കുന്ന കുട്ടികളാ. ഇങ്ങനെ മൂക്കിന് താഴെ ഇരുന്നോണ്ട് ഒന്ന് വേറൊന്നിനോട് മിണ്ടാണ്ടിരിക്കുന്ന തോന്നുന്നുണ്ടോ ശ്യാമളേച്ചിക്ക്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇടപെട്ടിട്ട് ഒരു പരിഹാരം ഇതിന് കാണണം. നീ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ അച്ഛന്മാരെ പോലെ അല്ല നമ്മൾ അമ്മമാര് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ പരിഹരിക്കണം. ഇതെങ്ങാനും അറിഞ്ഞ കീർത്തനയുടെ അച്ഛൻ എന്റെ വീട്ടിലും സുധയുടെ വീട്ടിലും ഉണ്ടാക്കാൻ പോകുന്ന പുകയിൽ ഓർക്കുമ്പോ ഓ, എനിക്ക് വല്ലാതെ ടെൻഷനുണ്ട് സുധേ. ആ സുഭാഷിണിയുടെ വായിന്ന് വല്ലതും കീർത്തനയുടെ അച്ഛന്റെ ചെവിയിൽ വീണാൽ അവളാണെങ്കിൽ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പുതിയ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി വെമ്പലി കൊണ്ടിരിക്കുക. ആലോചിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുക. സുഭാഷിണിന്റെ കാര്യം ചേച്ചി എനിക്ക് വിട്ടേക്ക്. ഓളെ വായി ഞാൻ അടപ്പിച്ചോളാം. എന്തായാലും അവൾക്കിട്ട് കൊടുത്ത പേര് കൊള്ളാം, സുഭാഷിണി. വായി തുറന്ന വേണ്ടാതിന് മാത്രമേ പറയൂ, ശവം. ഞാനെന്തായാലും ഒന്നങ്ങോട്ട് ചെല്ലട്ടെ. അവള് കരഞ്ഞു കലങ്ങിയ വീട്ടിലേക്ക് വന്നത്. ആ മനസ്സിലൂടെ എന്താ ഓടുന്നതെന്ന് ആർക്കറിയാം. സന്ദീപ് സാർ വന്നിട്ടില്ല? സന്ദീപേട്ടന് ഒരു അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് വെളുപ്പിനെ പോയി. ഊണിന് മുമ്പ് എത്തുമെന്നാ പറഞ്ഞത്. നിനക്കെന്താ ഒരു വിഷമം? ഏയ് ഒന്നുമില്ല. ഭർത്താവെന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഒരാണും ഒരു പെണ്ണിനെയും ഓന്റെ ജീവിതത്തിലേക്ക് വിളിച്ചോണ്ട് വരരുത്. അത്രയ്ക്ക് എന്താ ആന്റി സംഭവിച്ചത്?
ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഇരിക്കണം. ഓണസദ്യ ആർക്ക് വേണോടെ ഓണസദ്യ? ആന്റി, നീ പറഞ്ഞില്ലേ വേണ്ടപ്പെട്ടവരെന്ന്? ഭർത്താവെന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ജീവിച്ച് അയാളെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഉൾപ്പെടെ സർവ്വതും ഒരുക്കി കൊടുത്ത് അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി കുട്ടികളെ പ്രസവിച്ച് പോറ്റി വളർത്തുന്ന ഒരു ഭാര്യയെ കഴിക്കേ. എങ്ങനെയുണ്ട് സദ്യ? സൂപ്പർ. അങ്കിള് വന്നല്ലോ. ഞാൻ മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട് ഓണസദ്യ ഉണ്ട്. സോറി, പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് കിരൺ, യാമിനിയുടെ അടുത്ത സുഹൃത്ത് മധുമിതയുടെ മകന്. എന്നാലും കൃത്യസമയത്ത് എത്തിയല്ലോ. രണ്ടാളും ഇരിക്കൂ. ഹായ് അപർണ. ഹായ് ബാലു. ഹാപ്പി ഓണം സാഗർ. ഹാപ്പി ഓണം. കിരണ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ച് ആക്സിഡന്റിലേക്ക് കണ്ടതാ. ഓണമൊക്കെ ഏതൊരായെന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ മാസം അവരുടെ കുടുംബത്തിലൊരു മരണം നടന്നതിനാൽ ഇത്തവണ ഓണം ആഘോഷം ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങ് കൂടെ കൂട്ടി. ഒട്ടും താല്പര്യമില്ലായിരുന്നു വരാൻ, ഞാൻ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാ. അതിനെന്താ, അതില് സന്തോഷേ ഉള്ളൂ. മോളെ പരിപ്പെടുത്ത് വിളമ്പി കൊടുക്കും. ചെല്ല്.